യദ്ഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ. ഓരോ രാവും ഓരോ പകലും കൊടിയും തോറും ലാത്ത് രണ്ടാമത് ആരാധിക്കപ്പെടും, ഉസ്സ രണ്ടാമത് ആരാധിക്കപ്പെടും. എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ വാചകമാണിത്. ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും പോവുകയില്ല, നീങ്ങുകയില്ല. ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും രണ്ടാമത് ആരാധിക്കപ്പെടുന്നത് വരെ. മക്കം ഫതഹിന്റെ ദിവസം വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പെടലിക്ക് പിടിച്ച് പുറത്തേക്കെറിഞ്ഞ് ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ അടിച്ചു തകർത്ത ലാത്ത, ആ ലാത്ത ഇവിടെ രണ്ടാമത് ആരാധിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് മുസ്ലിം സമൂഹത്തെ അങ്ങനെ കൊണ്ടുപോകുന്നത്? മറ്റാരുമല്ല, ഈ സമൂഹത്തിലെ മലഉകൾ, ഈ സമൂഹത്തിലെ നേതാക്കന്മാർ, ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ട നായകന്മാർ. ആ നായകന്മാർ തന്നെ ഈ ലാത്തയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ഉസ്സയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, അള്ളാഹുവിന് പുറമെയുള്ള പടപ്പുകളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു ആരോപണം ഉന്നയിക്കുകയല്ല, ഒരാളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് വ്യക്തമായി നമുക്കത് കാണാൻ കഴിയുന്നു. ഒരു പണ്ഡിതനോടുള്ള ചോദ്യവും ആ ചോദ്യത്തിന് ആ പണ്ഡിതൻ നൽകുന്ന ഉത്തരവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഞാൻ പറയുന്ന ഈ കാര്യത്തിലുള്ള തെളിവാണ് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലാത്ത മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അല്ല അഥവാ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. സൂറത്ത് നജ്മിന്റെ വിശദീകരണമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ 16ാമത്തെ വാള്യത്തിൽ അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. റിജാലിൻ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സ്വാലിഹീനിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്കലാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അല്ലാഹുവിനെ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹീനിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇബ്നു ഹജർ അസ്കലാനി അവിടെ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായ ഒരു അഭിപ്രായമാണ്. അഥവാ 3 അഭിപ്രായം ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒന്ന്, വിഗ്രഹത്തിന്റെ പേരാണ് അസ്നാമി, വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു വലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ വലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ വലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയമാണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നു. ഇവിടുത്തെ മുസ്ലിമീങ്ങളായ നാം ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു. ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു. ഓ ഈസാ നബിയെ, നബിയുല്ലാഹി ഈസാ, യാ നബിയുല്ലാഹി ഈസാ, ഓ ഈസാ നബി അലൈഹിസ്സലാമാകുന്ന അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ധർമ്മമുള്ളതാണ്, അതെനിക്ക് ബാധ്യതയുള്ളതാണ്. ആ ചോദ്യം കൊണ്ട് ഞാൻ കുഫ്റാകുന്നില്ല, ഞാൻ ശിർക്കാകുന്നില്ല. ഞാൻ 1-ാം നമ്പർ ഇസ്തിഗാസയും ഇസ്തിആനത്തുമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തിയാൽ അത്
അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല, അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നതിന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ യാ നബി അല്ലാഹു ഈസ, അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായി മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന രൂപത്തിൽ വിളിച്ചാൽ ആ വിളി ശിർക്കാണ്. നേരെ മറിച്ച് യാ വലിയത്തുല്ലാഹി മറിയം, ഓ അല്ലാഹുവിന്റെ വലിയത്തായ മറിയം ബീവിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാഥയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത വലിയുല്ലാഹി എന്ന ഖൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ വലി എന്ന മഹാത്മാവെന്ന ഖൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ലേ ഇല്ല. വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം ഉണ്ടാക്കിയത്. അബൂജഹൽ ലാത്തെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഈ പ്രവർത്തിക്കുന്നത്? ഏകനായ റബ്ബ് അവന് മാത്രം സമർപ്പിക്കണം, നിങ്ങൾ ലാത്തക്ക് കൊടുക്കുകയാണോ, ഉസ്സക്ക് കൊടുക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതിന്റെ പേരിൽ 13 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടക്കേണ്ടി വന്നു, അടികൊള്ളേണ്ടി വന്നു, അവസാനം നാടുവിടേണ്ടി വന്നു. ബദറുണ്ടായി, ഉഹുദുണ്ടായി, ഖന്തഖുണ്ടായി, ഹുനൈനുണ്ടായി, ഖൈബറുണ്ടായി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചെയ്യേണ്ടിയിരുന്നുള്ളൂ? നിങ്ങളിൽ ലാത്തേത് വിളിച്ചോ പ്രശ്നമില്ല, ഉസ്സയെന്ന് വിളിച്ചോ പ്രശ്നമില്ല, ഇബ്രാഹിം നബിയെ വിളിച്ചോ പ്രശ്നമില്ല, ഇസ്മായിൽ നബി വിളിച്ചോ പ്രശ്നമില്ല. പക്ഷെ അള്ളാഹു കൊടുത്ത കഴിവാണെന്ന് വിചാരിച്ചാൽ മതി. ഇവരാരും അള്ളയല്ലെന്ന് വിചാരിച്ചാൽ മതി. അള്ളയല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ലാത്തെ വിളിച്ചോ, ഉസ്സയെ വിളിച്ചോ, ഹുബലാലെ വിളിച്ചോ, അള്ളാഹുവായി ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നബി